ഒരു ബ്ലെസ്സിങ്ങുമായി തീരുവാൻ ദൈവമക്കൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് ആദ്യമായിട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് പ്രിയ രാജനങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. രാജൻ കോശിയങ്ങൾ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സന്ധ്യാസമയം ഞങ്ങളുടെ സന്നിധി ഞങ്ങൾക്ക് സഭയായി കൂടി വരുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലായി കർത്താവ് എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധി ഞങ്ങൾ കൂടി വരുവാൻ തന്നിരിക്കുന്ന ഈ സൗകര്യത്തിനായി സാവകാശത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദീർഘനാളുകൾക്ക് ശേഷം PIP ആയി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾ സഹായിച്ച ഞങ്ങളുടെ ദയക്കായി സ്തോത്രം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങളെ കൂടെ ആയി ഞങ്ങൾ പരിപാലിക്കുന്ന ഞങ്ങളുടെ വലിയ ദയക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവെ. ദൈവം ഞങ്ങളുടെ ചിറകളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം തിരുസന്നിധി അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവിന്റെ സംരക്ഷണത്തിൽ കർത്താവ് കാത്തുകൊള്ളണമേ. നമ്മുടെ കുടുംബങ്ങളെ എല്ലാം കർത്താവ് ചിറകെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രായത്തിലായിരിക്കുന്നവരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ എല്ലാവരെയും തിരുസന്നിധി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സഭയായി ഞങ്ങള് എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം. നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്, അവർ കടന്നു വരുവാനുള്ള മുഖാന്തരങ്ങളെ കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബ നാട്ടിലൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നെല്ലിടിയെന്ന ദാസനായി സ്തോത്രം, അനുഗ്രഹിക്കണം, സഹായിക്കണം. ഇന്നത്തെ പ്രോഗ്രാമെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മനുഷ്യക്കായ വീടിനെ സ്തുതിക്കുന്ന കർത്താവെ. ദാസനോടെ ആയിരിക്കുന്ന കുടുംബം നാട്ടിലായിരിക്കുന്നു, ചെറുകടയിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ഒരേ കൂടി സഭയായി ഏൽപ്പിക്കുന്നു, പ്രാർത്ഥനയായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ PIPയുടെ മീറ്റിംഗ് ചെയർ ചെയ്യുന്നത് നമ്മുടെ പ്രിയ ജസ്വിനാണ്. ഈ മീറ്റിംഗിലേക്ക് ജസ്വിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കുടുംബവുമായിട്ട് എല്ലാവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ഈ സൂമിൽ കൂടെയുള്ള മീറ്റിംഗ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമക്കളുടെ എല്ലാ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രിയ ജസ്വിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മള് തിരുവചനത്തിലെല്ലാം കാണുന്ന പോലെ ദൈവം നമ്മുടെ അവസ്ഥയെ നോക്കിയല്ല ദൈവം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം പ്രസാദിക്കുന്ന, പകരം ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അപ്രകാരം നമ്മൾ വിശ്വസിക്കുന്നു, ഏത് മീഡിയത്തിൽ കൂടെയാണെങ്കിലും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ദൈവം ഇപ്രകാരം തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ് PIPയെ ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ ഇടയായത്. അതിന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദിയും വന്ദനവും നമ്മൾ അറിയിക്കുന്നു. അതുപോലെ ഈ സമയം നമ്മുടെ ദുഃഖത്തിലായിരിക്കുന്ന ബ്രദർ ജോബി നിസിയ കുടുംബത്തെ ഞങ്ങൾ ദൈവനാമത്തിൽ ഓർക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുമ്പോൾ ആ കുടുംബത്തിന് കൃപാലുവായ ദൈവം എല്ലാവിധമായ ആശ്വാസവും ധൈര്യവും സമാധാനവും നൽകട്ടെ എന്നും PIPയുടെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാവിധമായ അനുശോചനവും ആ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം ആ കുടുംബത്തിന് സകലവിധമായ ധൈര്യം നൽകി ആ കുടുംബത്തെ ദൈവം വഴി നടത്തട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ ദിവസവും എല്ലാ മീറ്റിങ്ങുകളും നമ്മുടെ മാസം ചർച്ചിൽ ചെയ്തു വരുന്ന അതേ ഫോർമാറ്റിലാണ് PIP മീറ്റിംഗ് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വർഷിപ്പ് സെഷനോട് കൂടിയാണ് തുടങ്ങുന്നത്. കാര്യത്തിനായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ട് ബ്രദർ ജിജി ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള അല്പസമയം ദൈവത്തെ ആരാധിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി PIP ആയിട്ട് നമ്മളൊരു വർഷിപ്പ് സെഷനിൽ നമ്മൾ വിടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് രാത്രി ഗാനങ്ങളോട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്കാം. നമ്മളൊരു സൂമിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാട്ട് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാൻ ഓരോരുത്തർ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തർ പാട്ട് പാടുമ്പോൾ എല്ലാവരും കൈകൊട്ടി ദൈവസ്നേഹത്തിൽ ദൈവ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പാടാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഈ കൊറോണ സീസണിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് എല്ലാ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കാൻ
നമ്മളെ സഹായിക്കാൻ നമുക്ക് ഒന്നിച്ച് പാടാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക. ആ പാട്ട് പാടി എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമാണോ ഈ പാട്ട് പാടുമ്പോൾ എല്ലാവരും കൈകൊട്ടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക. അനുദിനം അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക. അനുദിനം അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. അഭിഷേകം പകർന്നിടുക. പുരുഷനെ പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക. പുരുഷനെ പ്രാപിക്കുക. ശക്തികളെ ജയിക്കും ദൂരം നീളുക നീരുറവ ഞങ്ങളെ ശോഭിക്കുക. ദേശം നിറയും
ശക്തികളെ ഞങ്ങൾ കൃപയാൽ 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 ഞങ്ങൾ ജയിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ ജയിക്കും. ബിക്കോസ് ഞങ്ങളുടെ യേശു ജയിച്ചവനാ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു പാട്ടിന്റെ ഒരു അടി കൂടി നമുക്ക് പാടാം. Because he lives, I can face tomorrow. കരോന വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും എന്റെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി ഞങ്ങളെ തളർത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പാടാം പ്രത്യാശയോടെ. Because he lives, I can face tomorrow. Hallelujah. Thank you, Lord. Amen. Hallelujah. Holy Balabashandre Gadalaregaste. Amen. Hallelujah. Because he lives, I can face tomorrow. Because he lives, there is none. Because I know he holds my future. Because he lives, there is none. Because I know he knows my future, and life is worth living because he lives. I'll see a newborn baby and feel the pride and joy. But we are still not come and assurance. This child can face uncertainties because he lives. Because he lives. Hallelujah. I can face tomorrow. Because he lives. But there is none. Because I know he holds my future, and life is worth the living just because he lives. And life is worth the living just because he lives.
ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പാടിയപ്പോ പോലെ ഞങ്ങളുടെ യേശു ജീവിക്കുന്ന പോലെ ജീവിക്കുന്നയാകയാൽ ഞങ്ങളും ജീവിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളും ജീവിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും എന്റെ യേശുവിന്റെ കല്ലറ തുറന്നിരിക്കയാൽ അവൻ ജീവിക്കുന്നിരിക്കയാൽ ഞങ്ങളും ജീവിക്കുന്നു കർത്താവേ. ഞങ്ങൾ പാടിയ പോലെ ആകുലമില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവേ ആകുലമില്ല. ഇപ്പോൾ ഞങ്ങളുടെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സമയം ഹല്ലേലൂയ യേശുവിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്നെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് സെഷനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേക ഞങ്ങളത് പറഞ്ഞപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ എഫേർട്സും എടുത്ത് ഇത്രയും ഭംഗിയായ നിലകളിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ജീവിച്ചാനെ അതുപോലെ കൂടെയുള്ളവരെയും ദൈവം ബലപ്പെടുത്തിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് സാംസ് റീഡിങ്ങിനായിട്ട് ബ്രദർ വിശാഖിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് സാംസ് റീഡിംഗ് ബ്രദർ വിശാഖ്. Praise the Lord. I'll be reading Psalms 16. Preserve me, O God, for in you I put my trust. O my soul, you have said to the Lord, you are my Lord. My goodness is nothing apart from you. As for the saints who are on the earth, they are the excellent ones, in whom is all my delight. Their sorrows shall be multiplied, who hasten after another God. Their drink offerings of blood I will not offer, nor take up their names on my lips. O Lord, you are the portion of my inheritance and my cup. You maintain my lot. The lines have fallen in me in pleasant places. Yes, I have a good inheritance. I'll bless the Lord who has given me counsel. My heart also instructs me in the night seasons. I have set the Lord always before me. Because he is at my right hand, I shall not be moved. Therefore my heart is glad, and my glory rejoices. My flesh also will rest in hope. For you will not leave my soul in Sheol, nor will you allow your Holy One to see corruption. You will show me the path of life. In your presence is fullness of joy. At your right hand are pleasures forevermore. God bless you. താങ്ക് യു ബ്രദർ വിശാഖ്. തുടർന്ന് കഴിഞ്ഞ നമ്മുടെ എല്ലാ ആരാധന അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്നത് ബ്രദർ സാബുച്ചാനും അതുപോലെ നമ്മുടെ ചില സഹോദരങ്ങളുടെ മാത്രം പാട്ടുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് PYP മീറ്റിങ്ങിലൂടെ നമ്മൾ ബാക്കിയുള്ളവരുടെ ചില സോളോയും കൂടെ നമ്മൾ ഇപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നു. നെക്സ്റ്റ് ഈസ് എ സോളോ സോങ് ബൈ ഹന്ന റൈച്ചൽ സാബു. അതിനായിട്ട് ഹന്നയെ ഇൻവൈറ്റ് ചെയ്യുന്നു ഈ പ്ലാറ്റ്ഫോമിലോട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ PYPയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. റീസെൻ്റ്ലി എൻ്റെ പപ്പ എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ് ഞാനിപ്പോൾ പാടുന്നത്. എന്നിനി മാറും ഈ ക്ലേശങ്ങൾ. എന്നിനി മാറും ഈ ക്ലേശങ്ങൾ, എന്നിനി മാറും ഈ വ്യാധികൾ, എന്നിനി മാറും ഈ ഭാരങ്ങൾ, എന്നിനി മാറും ഈ ഭീതികൾ, എന്നിനി നല്ലൊരു ദിനങ്ങൾ വന്നു ചേരും.
യേശുനാഥാ നിൻ മക്കളാം ഞങ്ങളെ കാത്തിടണേ. നിൻ രക്തത്തിനാൽ ഞങ്ങളെ നീ മുദ്ര ചെയ്തിടണമേ. യേശുനാഥാ നിൻ മക്കളാം ഞങ്ങളെ കാത്തിടണേ. നിൻ രക്തത്തിനാൽ ഞങ്ങളെ നീ മുദ്ര ചെയ്തിടണമേ. പാപത്തിൽ ജനത പെരുകുന്നു, ദൈവത്തെ മറന്നു ജീവിക്കുന്നു. പാപത്തിൽ ജനത പെരുകുന്നു, ദൈവത്തെ മറന്നു ജീവിക്കുന്നു. സർവശക്തനായ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക നാം. സർവശക്തനായ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക നാം. എന്നിനി മാറും ഈ ക്ലേശങ്ങൾ, എന്നിനി മാറും ഈ വ്യാധികൾ, എന്നിനി മാറും ഈ ഭാരങ്ങൾ, എന്നിനി മാറും ഈ ഭീതികൾ, എന്നിനി നല്ലൊരു ദിനങ്ങൾ വന്നു ചേരും. യേശുനാഥാ നിൻ മക്കളാം ഞങ്ങളെ കാത്തിടണേ. നിൻ രക്തത്തിനാൽ ഞങ്ങളെ നീ മുദ്ര ചെയ്തിടണമേ. യേശുനാഥാ നിൻ മക്കളാം ഞങ്ങളെ കാത്തിടണേ. നിൻ രക്തത്തിനാൽ ഞങ്ങളെ നീ മുദ്ര ചെയ്തിടണമേ. മുദ്ര ചെയ്തിടണമേ. മുദ്ര ചെയ്തിടണമേ. താങ്ക് യു. താങ്ക് യു ഹന്ന. പ്രത്യേകാൽ നമ്മളിപ്പോൾ ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥകൾ, നമ്മുടെ എല്ലാവരുടെയും ഭാരങ്ങൾ വളരെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന ചില നല്ല വരികൾ, അത് പ്രത്യേക പ്രകാരം എഴുതാനും സംഗീതം ചെയ്യാനും ഇടയാക്കിയ സ്ഥാപിച്ചാനും പ്രത്യേകം, അതുപോലെ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്ന പാടിയ ഹന്നയ്ക്കും പ്രത്യേക അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അധികം കൃപകളാൽ അവരെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മളൊരു ബൈബിൾ ക്വിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അത് ഒരു നിർദ്ദേശങ്ങളായിട്ട് നിങ്ങളത് എടുക്കുക. ഒന്നാമത്തെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളും എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിലോട്ട് ഇത് പുതിയതാണ്. നമ്മളിത് ഇതിന്റെ ടെക്നോളജിക്കലി ഇത് ഏതുവരെ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിനെക്കുറിച്ച് അധികം കാര്യങ്ങൾ അറിയില്ല. എങ്കിലും കഴിവതും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ അത് ഏറ്റവും ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ബൈബിൾ ക്വിസ് നമ്മൾ ഓൺലൈനിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് ചെയ്യുന്നത്. അതിനായി ഇപ്പോൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണല്ലോ യൂസ് ചെയ്യുന്നത്. ഫോൺ യൂസ് ചെയ്യുന്നവർ ദയവായി ഫോണുകൾ നിങ്ങളുടെ കയ്യിലെടുക്കുക. അതുപോലെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർ ലാപ്ടോപ്പിനടുത്തേക്ക് നിങ്ങൾ വരിക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ, അതായത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏത് ബ്രൗസറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ബ്രൗസർ അത് ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ, അത് എന്ത് തന്നെയായാലും ഗൂഗിൾ ക്രോമോ ഒപ്പേറയോ ഏത് ബ്രൗസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആ ബ്രൗസർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ipcfgck.com, സ്പേസ് ഒന്നുമില്ല, ipcfgck.com എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഈ സൂമിലെ ചാറ്റ് ബോക്സിൽ ആ ലിങ്ക് വന്നിട്ടുണ്ടത്, ipcfgck.com. അതിൽ നിങ്ങൾ കയറുമ്പോൾ ആ പേജിൽ കയറി കഴിഞ്ഞാൽ എൻ്റർ ക്വിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെൽക്കം ചെയ്യുന്ന അടുത്ത പേജ് IPCFGCK PYPA ഓൺലൈൻ ബൈബിൾ ക്വിസ് എന്നൊരു പേജാണ്. ആ പേജിൽ നിങ്ങൾ കയറി നിങ്ങളുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, നിങ്ങളുടെ ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്ത്
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാം. അതിനകത്ത് വിത്ത് ഓപ്ഷൻസ് ആണ് ക്വസ്റ്റ്യൻസ് ഓരോന്നും. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് 3 മിനിറ്റ് കഴിയുമ്പോൾ ഈ പേജ് എക്സ്പയർ ആവും. 3 മിനിറ്റ് നിങ്ങൾക്ക് സമയമുള്ളൂ. വൺസ് ഇമെയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 മിനിറ്റിനകത്ത് 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇത് പുസ്തകം സ്പെസിഫൈഡ് ആയിട്ടൊന്നുമല്ല, നമ്മൾ ജനറലി ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലും കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് വരെ നമ്മൾ ബൈബിൾ ക്ലാസ്സിന് കണ്ടിന്യൂസ് ആയിട്ട് രൂത്തിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ പുസ്തകത്തിനെ മാത്രം ബേസ് ചെയ്താണ് ക്വസ്റ്റ്യനുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കാരണം ജനറൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ. ഇതൊരു ഒരു ഒരു ട്രയൽ റൺ ആണ് നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസിന്. ഇത് നിങ്ങളൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി മാത്രം നമ്മൾ ഇത് ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത PYP മുതൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത പോലെ നമ്മുടെ അഡൽട്ടിന്റെയും കിഡ്സിന്റെ ബൈബിൾ ക്വിസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിലൂടെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. വരും ദിവസങ്ങളിൽ അത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് നിങ്ങൾക്കത് ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നിങ്ങൾക്കത് ലഭിക്കും. ഇത് ഞങ്ങളുടെ ഒരു ട്രയൽ റൺ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ബൈബിൾ ക്ലാസ്സിലൂടെ നമ്മൾ ഇതേ പുസ്തകത്തിൽ നിന്ന് എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ പുസ്തകം മാത്രം എടുത്തത്. അതുപോലെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കത് ആക്സസ് ചെയ്യുമ്പം ഫേസ് ചെയ്താൽ അത് നമ്മളെ അറിയിക്കുക. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നമ്മളെടുത്ത് അത് കറക്റ്റ് ചെയ്ത് വരും ദിവസങ്ങളിൽ അതുകൂടെ കറക്റ്റ് ചെയ്തായിരിക്കും നമ്മളത് വീണ്ടും അത് അടുത്ത PYP മീറ്റിംഗിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, കുറെ പേരൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. 22ഓളം പേർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്ത 5 മിനിറ്റും കൂടെ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ വിൻഡോകളിൽ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. ഇനി തുടർന്ന് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അടുത്തതും ഒരു സോളോ സോങ് ആണ്. അത് പ്രോഗ്രാമിലേക്ക് സിസ്റ്റർ അലീന IBയെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സിസ്റ്റർ അലീന, പ്ലീസ് കം ഓൺ ടു ദിസ് പ്ലാറ്റ്ഫോം. പ്രൈസ് ലോർഡ്. ഞാൻ പഴയൊരു പാട്ടാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. ഐ ഹോപ്പ് ദിസ് സോങ് വുഡ് ബി എ ബ്ലെസ്സിംഗ് ടു എവരിവൺ. യേശുവിൽ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ഷാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളാതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാൻ എന്നേറ്റതാ, ഷാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശു രക്ഷകരൻ താനും തണലുമാ, അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും.
என் பாரமெல்லாம் சுமക്കാൻ என்னேற்றதா ഷാരോനിൽ നീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ He's the fairest of 10,000 to my soul. He's the fairest of 10,000 to my soul. Thank you. Thank you so much, Alina. Thank you so much. By instrument in the back of the chedon, it was so interesting. Thank you so much. May God bless you. അടുത്ത നമ്മൾ കടന്നു പോകുന്ന പ്രോഗ്രാം നമ്മുടെ തോട്ട് ഫോർ ദ ഈവനിങ് ആണ്. ഇന്നത്തെ അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. അതിനായിട്ട് ബ്രദർ പ്രിൻസിനെ ക്ഷണിക്കുന്ന ബ്രദർ ജോൺ ജോർജ്. Please come on to the platform to share the thought for the day. Thank you, Brother Joseph. കർത്താവിന്റെ പരിശുദ്ധമായ നാമമാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയെ ഒരിക്കൽ കൂടെ PIP കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഈ ഒരു ചെറിയ സമയം എനിക്ക് അനുവദിച്ചു തന്ന PIPയോടും കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടും നന്ദിയെ രേഖപ്പെടുത്തുന്നു. എൻ്റെ ഇന്ന് രാത്രികാലത്തെ തോട്ട് ഫോർ ദ ഈവനിങ്ങിന് വേണ്ടി ഞാൻ ദൈവസന്നിധി ഇരുന്ന് ചിന്തിച്ചപ്പോൾ എന്നിലേക്ക് കർത്താവ് തന്ന ഒരു ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്ത് പെട്ടെന്ന് ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മീഡിയയിൽ കൂടെ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ മെസ്സേജിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ദയവായി നിങ്ങൾ ക്ഷമിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഞാൻ അതിനായിട്ട് ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 28, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. 2 കുറുവാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19. Go therefore and make disciples of all the nation, baptize them in the name of the Father and the Son and the Holy Spirit. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. രണ്ടാമത് ജോന ചാപ്റ്റർ 1 വേഴ്സ് 2. Arise, go to Nineveh, the great city, and cry against it, for there is wickedness has come upon before me. ഇവിടെ നമ്മൾ കാണുന്നത്, ആദ്യമായിട്ട് നമ്മൾ കണ്ടത് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളാകുവിൻ. ദ ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഒന്നാണ്. ഇത് ഏറ്റവും വലിയ ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ്. അതേസമയം ഞാൻ ബൈബിളിൽ നിന്ന് ഒരു പ്രവാചകനെ ഞാൻ നമ്മുടെ മുൻപിലേക്ക് ഇന്ന് രാത്രികാലം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. യോന പ്രവാചകനെ പറ്റി നമുക്കെല്ലാം അറിയാം. ഈ പുസ്തകത്തില് യോനയാണ് ഈ പുസ്തകം യോനയുടെ പേരിൽ യോന പ്രവാചകനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. ഈ യോന പ്രവാചകൻ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേലാണ് പുള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അവിടെ 8th സെഞ്ചുറി BC-യിലാണ് യോന ജീവിച്ചിരുന്നത്. നമ്മൾ കാണുമ്പോൾ ഈ പുസ്തകത്തില് ഏറ്റവും സെൻട്രൽ ഫിഗർ ആയിട്ടിരിക്കുന്നത് ജോനയാണ്. അവിടെ കർത്താവ് യോനയോട് പറയുകയാണ്, ഗോ, നിനവയിലേക്ക് പോകാനായിട്ട് ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കടന്നു പോകാനായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ യോനയോട് പോകാൻ പറയുമ്പോൾ അവിടെ യോന ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പെട്ടെന്ന് യോന തർസീസിലേക്ക് പോകാനായിട്ട് ഒരു കപ്പൽ പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തർസീസിലേക്ക് പോകാനായിട്ട് ഒരു ഡിസൊബീഡിയൻസ് ആണ് നമ്മൾ
യോനയുടെ ജീവിതത്തിൽ അവിടെ കാണുന്നത്. ഹി ഈസ് ടോൾഡ് ടു ഗോ ടു നിനവേ. നിനവയിലേക്ക് പോകാനായിട്ട് ദൈവം പറയുമ്പോൾ നേരെ എതിരായിട്ട് തർസീസിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഓടുന്ന ഒരു പ്രവാചകനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കർത്താവ് വിശ്വസിച്ച് കയ്യിലേക്ക് ഏൽപ്പിച്ച് ഒരു ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ കർത്താവ് ഓർത്തു, എന്റെ മകനായ യോന ഒരു പ്രവാചകൻ, വിശ്വസ്തൻ, എനിക്ക് വേണ്ടി ചെയ്യും എന്ന് വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യോന അതെല്ലാം മാറ്റി വെച്ചിട്ട് പേടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ യോന പോകാനായിട്ട് തയ്യാറെടുത്ത് ആ കപ്പലിലേക്ക് കടന്നു ചെന്ന് ആ കപ്പലിന്റെ അടിത്തട്ടിലേക്ക് അവിടെ ടിക്കറ്റ് എടുത്ത് അതിന്റെ അടിത്തട്ടി പോയി കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോന 3-ാം അധ്യായത്തിൽ കാണുന്ന യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഈസ് റണ്ണിങ് അവേ ഫ്രം ഗോഡ്. അതിന്റെ 4-ാം അധ്യായത്തില് 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദ ലോർഡ് എ ഗ്രേറ്റ് വിൻഡ്. അവിടെ നമ്മൾ കാണുന്നത് ഒരു വലിയ ആ കപ്പൽ യാത്ര തുടങ്ങി. കപ്പൽ യാത്ര തുടങ്ങിയിട്ട് ആ കപ്പലിന് യാത്ര ചെയ്യാനൊക്കാത്ത പോലെ ഒരു വലിയ കൊടുങ്കാറ്റ് കടന്നു വരികയാണ്. വലിയ കൊടുങ്കാറ്റ് കടന്നു വന്നിട്ട് ആ കപ്പലിലുള്ളവരെല്ലാം ഭയപ്പെട്ടു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഭാരപ്പെട്ടു. കപ്പലിന്റെ ക്യാപ്റ്റൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ക്രൈ ടു യുവർ ഗോഡ്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് they became then the sailors became afraid and everyone cried to his God. അവരുടെ ദൈവങ്ങളിലേക്ക് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് കപ്പലിൽ നിന്ന് വെളിയിൽ കളഞ്ഞിട്ട് ആ കപ്പലിന്റെ കനം കുറയ്ക്കാൻ നോക്കി. അങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസൻ എന്ന് കർത്താവ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു വിട്ട കർത്താവിന്റെ ദാസൻ യോന ആ കപ്പലിന്റെ അടിത്തട്ടി കിടന്നുറങ്ങുകയാണ്. എല്ലാവരും ഭയപ്പെട്ട് വല്ലാതിരിക്കുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബട്ട് ജോന ഹാഡ് ഗോൺ below into the hold of the ship, lay down, and there he fell sound sleep. നല്ല ഉറക്കത്തിലായിരുന്നു. അവിടെ കിടന്ന് നല്ലതായിട്ട് ഉറങ്ങുമ്പം കപ്പലിലുള്ള എല്ലാവരും ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് കർത്താവ് നമ്മളിലേക്ക് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വിടുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ വഴികളെല്ലാം തെറ്റി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകുമ്പോൾ കർത്താവ് ഭാരപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് നമ്മൾ അതിനുവേണ്ടി ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് തയ്യാറെടുക്കുക. കർത്താവ് എന്താണ് എന്നെ പറ്റി ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ് ഇൻ മൈ ലൈഫ്? നമ്മളെ തൊട്ട് തർസീസിലേക്കല്ല പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെപ്പറ്റി എങ്ങോട്ട് പോകാനാണ്, എന്ത് ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? അതിലേക്ക് പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കണം. അതിന്റെ 6-ാമത്തെ വാക്യത്തില് അവിടെ കപ്പൽ പ്രമാണി കടന്നു വരുവാണ്. So the captain approached him and said, how is this that you are sleeping? ഇതെങ്ങനെ നീ കിടന്നുറങ്ങുന്നത്? Get up, call on your God. Perhaps your God will be concerned about us so that we will not perish. അവിടെ ആ കപ്പൽ പ്രമാണി പറയാണ്, ഒരു പക്ഷേ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ദൈവം മനസ്സലിഞ്ഞിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും. ഒരു പക്ഷേ ഇതായിരുന്നോ കാരണമെന്ന് അറിയത്തില്ല. അവരവിടെ പറയുകയാണ്, perhaps. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എല്ലാം അറിയാവുന്ന ഒരു യോന ആ കപ്പലിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തെറ്റുകാരനാണെന്നറിയാം. അവൻ ചെയ്ത തെറ്റെന്താന്ന് വ്യക്തമായിട്ടറിയാം. ഈ കപ്പലിൽ എല്ലാരും കിടന്ന് ഭാരപ്പെടുന്ന സമയത്ത് അവൻ നല്ല നിദ്രയോടെ നല്ല സുഖമായി ഉറങ്ങുന്ന ഈ യോനയോട് അവര് ഭാരപ്പെട്ടു എന്ന് പറയുകയാണ്, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. അതിനേക്കാൾ ഏറ്റവും ഈ കപ്പൽ പ്രമാണി അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവര് ആ ഭാരത്തോടെ ഇരിക്കുമ്പോൾ അവര് ചീട്ടിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാനത് ആ ഭാഗം ചിന്തിച്ചപ്പോൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അവര് ചീട്ടിട്ടപ്പോൾ ആ ചീട്ടിൻ ജോനയുടെ പേരിൽ തന്നെ വീണു. ദൈവമക്കളെ, നമ്മൾ എത്ര ദൂരെ ഓടിപ്പോയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, if he has a purpose for us,
നമ്മളെപ്പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചീട്ടിൽ പോലും നമ്മുടെ പേര് മാറിപ്പോകത്തില്ല. നമ്മുടെ പേര് തന്നെ അവരെ വീടും. ഇന്ന് രാത്രി കാലം PIPയിലെ പ്രിയ യങ് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്ന വ്യക്തമായ ആ ദിക്കിലേക്ക് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ തിരിയണം. ഈ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ കൊറോണ ഇത് നമ്മുടെ ചുറ്റുപാടും കടന്നു വന്നപ്പോൾ ഭാരപ്പെടുന്ന അനേകർ നമ്മുടെ മധ്യമുണ്ട്. ഒരു ലോകം മൊത്തം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഈ കപ്പലിൽ അനേകർ ഭാരപ്പെടുന്ന പോലെ ഒരു വ്യക്തി എന്ന് പറയുന്ന യോന അവിടെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയായിരുന്നേല് ഇവർക്ക് ആ പ്രയാസം കടന്നു വരത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തില് ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് ഒരു യഥാർത്ഥ ദൈവൈതലായി തീരുവാൻ കർത്താവിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് തയ്യാറെടുക്കുകയാണെങ്കിൽ യഥാർത്ഥ രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദേശങ്ങളിൽ നടക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണം. അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 8ാമത്തെ വാക്യം, Then they said to him, Tell us now, on whose account has this? ഇത് ആരുടെ പേരിലാണ് ഇത് ഉണ്ടായത്? And he said to them, Tell us, in whose account has this calamity struck up? What is your occupation? And where do you come from? What is your country? From where what people are you? അവനോട് ചോദ്യം ചെയ്യുവാണ്, ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ഒരു ദൈവദാസനെ, ഒരു ദൈവ പൈതലിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ലോക മനുഷ്യര്. എന്തൊരു സങ്കടകരമായ കാര്യം. അവിടെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ പറയുന്നതാണ് ഏറ്റവും വിലപ്പെട്ട വാക്യം. അവൻ അവിടെ സത്യം പറഞ്ഞു. He said to them, I am an Hebrew, and I fear the Lord God of heavens, who made the sea and the dry land. ഈ കടലും കരയും എല്ലാം ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിന്റെ പൈതലാണ് ഞാൻ. ദൈവമക്കളെ, അത് കാണുമ്പോഴാണ് അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവര് ഭയപ്പെട്ടെന്നാണ് പറയുന്നത്. ഹൗ ക്യാൻ യു ഡു ദിസ്? ഈ ഭൂമിയെയും ഇതിനെല്ലാം ഉണ്ടാക്കിയ ഒരു ദൈവത്തിൽ നിന്ന് നീ പാപം ചെയ്ത് എങ്ങനെ നിനക്കിത് ചെയ്യാൻ ഒത്തുന്ന? സാധാരണ ആ കപ്പലിലുള്ളവര് ഭയപ്പെട്ടു. പലപ്പോഴും ദൈവമക്കളായ നമുക്ക് ഓരോരുത്തരും ദൈവത്തെ അടുത്തറിഞ്ഞ് പലപ്പോഴും നമ്മുടെ ഭയം മാറിപ്പോയിരിക്കുകയാണ്. നമുക്ക് ഭയമില്ല. അവരവിടെ ചീട്ടിട്ടപ്പോൾ അവിടെ യോനയുടെ പേര് വീണു. അവര് മുന്നോട്ട് എങ്ങനെ പോകാൻ നോക്കിയിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ വയ്യാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ കപ്പൽ നശിക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നു. യോനയ്ക്ക് എല്ലാം മനസ്സിലായി, ഇത് ഞാൻ കാരണമാണ് ഈ ദുരന്തങ്ങൾ സംഭവിച്ച്. പലപ്പോഴും നമ്മൾ ആരെയും കാണിക്കാതെ നമ്മൾ ഒരു മൂടുപടവിട്ട് പലപ്പോഴും നമ്മൾ നല്ല കുഞ്ഞായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ സമയത്ത്, ഈ കൊറോണയുടെ ഈ സമയത്ത് നമുക്കൊരു തിരിച്ചറിവ് വരണം. നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരണം. യഥാർത്ഥ ദൈവ പൈതലിന്റെ ജീവിതത്തില് കർത്താവ് എന്തുദ്ദേശിക്കുന്നു അതിലേക്ക് കടന്നു പോകുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കേണ്ടിയ കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. ആ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ, ആ വരവെങ്കിൽ കർത്താവിനോടുകൂടെ കാണപ്പെടണമെങ്കിൽ നമുക്ക് കർത്താവിന്റെ വചനം അനുസരിക്കണം, ദൈവം പറയുന്നത് അനുസരിക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുമ്പോൾ ലോകരാത് സാക്ഷ്യമാക്കി തീർക്കും. അവിടെ ലാസ്റ്റിൽ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം, നിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവനെ എടുത്ത് കടലിൽ എറിഞ്ഞേക്കാൻ പറഞ്ഞു. അതുപോലും അവർക്ക് ഭാരമായിരുന്നു, അവർക്കത് ചെയ്യാൻ ഭാരമായിരുന്നു. അത് അവരുടെ മേളില് അതിന്റെ ശാപം വരുമോ എന്ന് ആ കപ്പലിലുള്ളവർക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷെ അവരെ എടുത്തിട്ടിട്ട് അവര് ഭയപ്പെട്ടിട്ട് അവര് യാഗം കഴിച്ചായിട്ട് അതിന്റെ താഴോട്ട് വചനത്തിൽ പറയുന്നുണ്ട്. സോ ദേ പിക്ഡ് ഹിം, അതിന്റെ 15ാമത്തെ വാക്യം, സോ ദേ പിക്ഡ് ഹിം up Jonah then into the sea, and the sea stopped its rain. അവര് എടുത്ത് യോനെ കടലിൽ എറിഞ്ഞപ്പോ തന്നെ അന്നേരം അതുവരെ ഉണ്ടായിരുന്ന എല്ലാം നിന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരത് കഴിയുമ്പോൾ then the men feared the Lord greatly, and they offered a sacrifice to the Lord.
and made a vow. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇവിടെ അവർ സാക്രിഫൈസ് ചെയ്ത് അവരൊരു യാഗം കഴിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇന്ന് ലോകം എങ്ങോട്ടാണ് കടന്നു പോകുന്നത്? നമ്മൾ ഒരു വ്യത്യസ്തരായി കാണപ്പെടുവാൻ. അവിടെ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു യോനെ പറ്റി. ദൈവത്തിനൊരു താല്പര്യം ഉണ്ടായിരുന്നു യോന എന്റെ ഇഷ്ടം ചെയ്യുമെന്ന്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് അതിലെല്ലാം വിപരീതമായിട്ടൊരു കാര്യം ചെയ്തിട്ട് ലോകരുടെ മുമ്പിൽ നിന്നാപാത്രമാകുന്ന ഒരു യോനെ നമ്മൾ കാണുന്നു. ശരിയാണ്, അത് കഴിഞ്ഞിട്ട് യോന 3 ദിവസം തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ഈ ലോക്ക്ഡൌൺ അങ്ങനെ ചിത്രീകരിക്കാം, പക്ഷെ ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞ് കർത്താവ് യോനെ ഉപയോഗിച്ചു ആ ദേശത്ത്. അതല്ല, എന്നാൽ അതിനു മുമ്പായിട്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് നമുക്കൊരു യഥാർത്ഥ മാനസാന്തരം, ഒരു യഥാർത്ഥ വഴി, കർത്താവ് എന്ത് പറയുന്നു അതിലേക്ക് മാറുവാൻ ഈ ആദ്യ സമയങ്ങളിൽ, ഈ ലാസ്റ്റ് പീരിയഡ്സ് ഷുഡ് ബി ഫോർ അവർ ഗോഡ്. നമ്മുടെ ജീവിതത്തില് നമ്മളിപ്പോ എല്ലാം പഠിച്ചു. പണത്തിന് വിലയില്ല, മനുഷ്യന് വിലയില്ല, ഒന്നിനും വിലയില്ലാത്ത ഒരു കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാം നമ്മള് എല്ലാം വിലയുള്ളതെന്ന് കണ്ടതെല്ലാം ഇന്ന് ഒന്നുമില്ലാതായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മധ്യേ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ആ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ ഒക്കത്തുള്ളൂന്നും വ്യക്തമായിട്ട് ലോകത്തിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ PIP ആയിട്ട് ഇന്ന് രാത്രി കാലം നമ്മൾ കൂടിയിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ദ ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് പറഞ്ഞെങ്കിൽ ലോകമെമ്പാട് പോയി എന്റെ സാക്ഷികളാകുകയും. നമുക്ക് സാക്ഷികളാകാൻ മറ്റൊരു ലേബലൊന്നും വേണ്ട. നമ്മളൊരു ദൈവ പൈതലാണോ, നിന്റെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ നിന്നിലേക്ക് ആദായപ്പെടും. നിന്നിലേക്കല്ല, കർത്താവിലേക്ക് ആദായപ്പെടുവാൻ. ത്രൂ യു ഗോഡ് വിൽ ബി സീൻ. നീ ഒരു പത്രമായി തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കാലം നമ്മളെ ഓരോരുത്തരെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ലെറ്റ് us all prepare ourselves for a beginning. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ഒരു പത്രമായി തീരും. I will show that I am a child of God. ഞാൻ കർത്താവ് എന്ത് പറഞ്ഞാലും അത് തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറെടുക്കുമെന്ന് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം തന്ന ദൈവസഭയ്ക്കും ദൈവദാസനും പ്രിയ ജസ്വിനോടും PIPയോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ. താങ്ക് യു ബ്രദർ പ്രിൻസ്. ദൈവത്തില് പ്രിയദാസനോട് ദൈവം നമ്മളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കോടെ. വചനങ്ങളായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേക ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് വേണ്ടുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ദാസനോട് ദൈവം ഇടയാക്കി. ആ ദൈവത്തിന്റെ ദൈവദാസനെ ദൈവകരങ്ങളിലേക്ക് എടുത്ത് ഉപയോഗിച്ച് ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. അടുത്തതായി നമുക്ക് ഉള്ളത് ഒരു സോളോ ആണ്. ബ്രദർ കുഞ്ഞുമോൻ ജോർജ് ഇപ്പോൾ കടന്നു വന്നൊരു സോളോ സോങ് പാടുന്നതാണ്. ഇതിനെ പ്രിയ ബ്രദറിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിനുണ്ടായിരിക്കട്ടെ. ഈ യോഗ ലേഡി എന്ന അധ്യക്ഷൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീയം ദൈവം. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീയൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എന്റെ രക്ഷകനും
നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ ആടിയനിതാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടവും നീ എൻ ദൈവം നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമായി ആടിയനിതാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ. Praise the Lord. താങ്ക് യു കുഞ്ഞുമാൻ ബ്രദറെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം നമ്മുടെ ആഗ്രഹപ്രകാരം ഇപ്രകാരം ഒരു നല്ല പ്രോഗ്രാം നമുക്ക് ചെയ്തു തന്നതിൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത നേരത്തെ നടന്ന ബൈബിൾ ക്വിസിന്റെ റിസൾട്ട്സ് ഇപ്പൊ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇതിന്റെ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ നടന്ന ബൈബിൾ ക്വിസ് റിസൾട്ടുകൾ നമുക്ക് ഇപ്പോൾ കാണാം. ബോബി മാത്യു 10 points, ഷീബ ജോൺ 10 points, Aaron Reggie 9 points, Robin Abraham 9 points, Binny Cherian and Susan Dyer 7 points each. എല്ലാവരുടെയും സ്കോറുകൾ റിസൾട്ട്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ 6 പേരുടേത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തേ ഉള്ളൂ. ഇത് ആദ്യം ഞാൻ ഇത് പ്രോഗ്രാമിന്റെ സമയത്ത് പറഞ്ഞതുപോലെ ഇതൊരു ട്രയൽ റൺ ആയിരുന്നു. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ വളരെ നല്ല കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരുന്ന പോലെ നമ്മൾ നേരത്തെ ബുക്കുകൾ അനൗൺസ് ചെയ്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇപ്രകാരം ഇത് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ പുറകാലം നമ്മളത് ചെയ്യും. അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഞങ്ങൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് പുറത്തു നിന്നൊക്കെ ഗസ്റ്റുകളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലുള്ള ആരെ കൊണ്ടുള്ള ഒരു പ്രോഗ്രാമുകൾ ചെയ്യിക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ അതിനുള്ള ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിനൊരു ബാക്കപ്പ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു വീഡിയോ പ്രസന്റേഷൻ ആണ്, ഒരു സ്പെഷ്യൽ വീഡിയോ പ്രസന്റേഷൻ. ഏതായാലും ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പല ഏരിയകളും ലോക്ക്ഡൌൺ ആണ്. ചില ഏരിയകൾ ലോക്ക്ഡൌൺ ഒക്കെ മാറി പഴയ നിലകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ് കൊടുക്കുന്ന ഒരു വീഡിയോ അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു 5 minutes വീഡിയോ പ്രസന്റേഷൻ.
അതിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്ലീസ്. ഹലോ കൂട്ടുകാരെ, എന്റെ പേര് നോവ. അതേ കൂട്ടുകാരെ, ഞാൻ കൊറോണ വൈറസിന്റെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോന്റെ ടൈറ്റിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വീഡിയോയിൽ എങ്ങനെ കൊറോണയെ അല്ലെങ്കിൽ COVID-19 പ്രതിരോധിക്കാം എന്നത്. സ്റ്റെപ്പ് 1. കഴിവതും ഹാൻഡ് ഷേക്കുകൾ ഒഴിവാക്കുക. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തന്റെ അറിവില്ലാതെ കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ നമുക്കും ആ കൊറോണ ബാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും 1 മീറ്റർ അകലെയെങ്കിലും നടക്കണം. സ്റ്റെപ്പ് 2. കഴിവതും പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ മറക്കരുത്. കാരണം കൊറോണ ഒരു മനുഷ്യരിൽ നിന്ന് പകരുന്നത് വായുവിലൂടെയുമാണ്. മാസ്ക് ധരിക്കുന്നതിൽ ഒരു പരിധി വരെ കൊറോണ നമ്മുടെ മൂക്കിൽ കൂടെ പ്രവേശിക്കാതെ ഇരിക്കാൻ സഹായിക്കും. സ്റ്റെപ്പ് 3. മീറ്റിംഗ്സ്, ഫംഗ്ഷൻസ്, ഒക്കേഷൻസ് അല്ലെ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിവതും കൂടാതെ ഇരിക്കുക. ഈ സന്ദർഭത്തിൽ വൈറസ് സ്പർശനത്തിലൂടെ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റെപ്പ് 4. അവസാനമായി നമ്മൾ ഓരോ നേരവും നമ്മുടെ കൈ സോപ്പോ സാനിറ്റൈസറോ ഹാൻഡ് വാഷോ കൊണ്ട് വൃത്തിയായി കഴുകണം. നമ്മുടെ കയ്യിൽ കൊറോണ വൈറസിന്റെ നിലനിൽപ്പ് വെറും 10 മിനിറ്റ് മാത്രമാണ്. എങ്ങനെ എഫക്റ്റീവായി നമ്മുടെ കൈ കഴുകാം എന്ന് ഞാൻ പഠിപ്പിക്കാം. നമസ്കാരം. ലോകം കൊറോണ എന്ന ഭീതിയിലായിരിക്കുമ്പോൾ എല്ലാവർക്കും ദൈവിക സമാധാനം ആശംസിക്കുന്നു. ഇത്തരുണത്തിൽ ഹാൻഡ് വാഷിംഗ് എന്നത് വളരെ പ്രധാനമേറിയ കാര്യമാണ്. അതിന്റെ കൃത്യമായ സ്റ്റെപ്പുകളെ കുറിച്ച് ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നാം കൈ നിറയെ ഹാൻഡ് സാനിറ്റൈസർ എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ഹാൻഡ് ടു ഹാൻഡ് അഥവാ കരങ്ങൾ തമ്മിൽ ചേർത്ത് പിടിച്ച് നന്നായി ഉരസുക. സെക്കൻഡ് സ്റ്റെപ്പ്, റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോഴ്സം. വലത് കരം ഇടതുകരത്തിന്റെ മുകളിൽ വെച്ച് വിരലുകൾ തുറന്നു പിടിച്ച് നന്നായി ഉരസുക. അതേപോലെ തന്നെ ഇടത് കരം വലത് കരത്തിന്റെ മുകളിൽ വെച്ച് വിരലുകൾ തുറന്നു പിടിച്ച് നന്നായി ഉരസുക. ഫോർത്ത് വൺ, ഹാൻഡ് പാം ടു പാം. കരങ്ങൾ തമ്മിൽ ചേർത്ത് പിടിച്ച് നന്നായി ഉരസുക, വിരലുകൾ തുറന്നു പിടിക്കുക. നെക്സ്റ്റ് വൺ, ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ്. ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ വിരലുകളുടെ പുറഭാഗം തൊട്ടിട്ടില്ല. അതിനുവേണ്ടി കൈകൾ ഹുക്ക് ചെയ്ത് പിടിച്ചിട്ട് രണ്ടും ചേർത്ത് പിടിച്ച് നന്നായി ഉരസുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ദ തമ്പ്. തള്ളവിരലിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി വലത് കരം കൊണ്ട് ഇടതുകരത്തിന്റെ തള്ളവിരൽ കൂട്ടിപ്പിടിച്ച് നന്നായി തിരുമുക. അതുപോലെ തന്നെ വലത് കരത്തിന്റെ തള്ളവിരൽ ഇടതുകരം ഉപയോഗിച്ച് നന്നായി തിരുമുക. ഇനിയുള്ളത് ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ്. 5 വിരലുകളുടെയും തുമ്പുകൾ ഒന്നിച്ചു പിടിച്ച് വലത് കരത്തിന്റെ വിരൽത്തുമ്പുകൾ ഒന്നിച്ചു പിടിച്ച് ഇടത് കൈവെള്ളയിൽ തിരുമുക. അതുപോലെ ഇടതുകരത്തിന്റെ വിരൽത്തുമ്പുകൾ ഒന്നിച്ചു പിടിച്ച് വലത് കരത്തിൽ തിരുമുക. ഇത്രയും നാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് സാനിറ്റൈസർ നന്നായി ഉണങ്ങിയിരിക്കും. ഈ 8 സ്റ്റെപ്സ് കൃത്യമായി പാലിച്ചാൽ കൈകളുടെ എല്ലാ ഭാഗവും വൃത്തിയായി അണുവിമുക്തം ആകും. നമ്മുടെ കരങ്ങൾ വൃത്തിഹീനവും നനഞ്ഞതുമാണെങ്കിൽ, ചെളിയുള്ളതോ നനഞ്ഞതോ ആണെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് അർത്ഥമില്ല. ആ തരുണത്തിൽ നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഈ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്ത് നന്നായി കഴുകുക. കഴുകിയതിനു ശേഷം അത് എന്തെങ്കിലും ക്ലീനിക്സോ ടവലോ ഉപയോഗിച്ച് നന്നായി ഉണക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. ഈ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകൾ കൊറോണയ്ക്ക് മാത്രമല്ല ദൈനംദിന ജീവിതത്തിൽ ആവശ്യപരമായ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതട്ടെ. ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധയാണ് ആവശ്യം.
പ്രൈസ് ലോർഡ്. നാദിയ പറഞ്ഞാൽ ഇത് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു അവയർനെസ് വീഡിയോ പ്രസന്റേഷൻ എന്ന് മാത്രമേ നമ്മൾ കരുതിയിട്ടുള്ളൂ. ഈ അടുത്തത് ഒരു ഫാമിലി സോങ് ആണ്. അതിലേക്കായി ബ്രദർ റജി സക്രിയ ആൻഡ് ഫാമിലിയെ ക്ഷണിക്കുന്നു. പ്ലീസ് ബ്രദർ റജി സക്രിയ ആൻഡ് ഫാമിലി. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട കർത്തദാസൻ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട സഹോദരൻ, അതാത് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഒരു പാട്ട് പാടാം. അറിയാവുന്നവർ ഞങ്ങളോട് കൂടെ പാടുക. എല്ലാവരും ഒന്നിച്ചു പാടാം. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. അവങ്കിലേക്ക് നോക്കിയോർ പ്രശോഭിതരായി, ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. അവങ്കിലേക്ക് നോക്കിയോർ പ്രശോഭിതരായി, ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. ദൂരപത്ത് ചുറ്റും നിൽക്കും വന്മതിരായി, ദുഷ്ടകൂകും കാറ്റു കാറ്റിടും പതിരായി. ദൂരപത്ത് ചുറ്റും നിൽക്കും വന്മതിരായി, ദുഷ്ടകൂകും കാറ്റു കാറ്റിടും പതിരായി. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. മണ്ഡലം നിർമ്മിക്കുന്നുണ്ടേ, ഉണ്ടെനിക്കനാദിയായ ദൈവമായി തന്നെ. വിണ്ടലം ഭൂമണ്ഡലവും നിർമ്മിക്കുന്നുണ്ടേ, ഉണ്ടെനിക്കനാദിയായ ദൈവമായി തന്നെ. തലമുറകൾക്കാശ്രയമാം നല്ലവൻ തന്നെ, മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നന്ദി. തലമുറകൾക്കാശ്രയമാം നല്ലവൻ തന്നെ, മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നന്ദി. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ശോധനകൾ നേരിടുമ്പോഴും, ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും. കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും, ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും. നഷ്ടമല്ലാതൊന്നും നിത്യ ദൈവസ്നേഹത, നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കറിയില്ല. നഷ്ടമല്ലാതൊന്നും നിത്യ ദൈവസ്നേഹത, നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കറിയില്ല. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ.
എന്തുമെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. എന്തുമെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. നൊന്തൊഴുകും കണ്ണുനിത്തം കൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. നൊന്തൊഴുകും കണ്ണുനിത്തം കൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. താങ്ക് യു. താങ്ക് യു റെജിങ്ങൾ ആൻഡ് ഫാമിലി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന എല്ലാവരും പാടുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തി. നിങ്ങളുടെ കൃപയ്ക്ക് സ്തോത്രം. കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം പാസ്റ്റർക്ക് വിട്ടുകൊടുക്കാണ്. പാസ്റ്റർക്ക് കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് പാസ്റ്റർ ആശീർവാദം പറയും. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഞങ്ങള് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് PYP എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ഫീഡ്ബാക്കുകൾ എന്നറിഞ്ഞ് കഴിഞ്ഞ് വേണം കൺസ്ട്രക്റ്റീവായിട്ട് ഞങ്ങൾക്ക് അടുത്ത PYPകൾ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരിൽ നിന്നുമുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതിന് പ്രകാരം തുറന്നുള്ള നാളുകളിൽ അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ദൈവം ഈ അവസരം എത്ര നാൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നോ അത്രയും നാളുകൾ അതിന് പ്രകാരം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും. മറ്റൊരു കാര്യം, വരും ദിവസങ്ങളിൽ നിങ്ങളെ ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് നിങ്ങളെ സമീപിക്കും. ഒരു മടിയും കൂടാതെ ഇതിൽ വന്ന് നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ച ടാലന്റുകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ഇതിലേക്ക് ചോദിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പലതരത്തിലുള്ള ലിമിറ്റേഷനുകൾ ഞങ്ങൾക്കുണ്ട്. അതും നമ്മൾക്കറിയാം, കണക്ടിവിറ്റിയുടെ പ്രോബ്ലങ്ങളുണ്ട്. എനിക്ക് പോലും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന് പറയുമ്പോൾ അത് കുറച്ച് ഓക്വേർഡായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ അത് നമുക്ക് ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഓർക്കാതെ ദൈവം തരുന്ന ഒരു അവസരം, തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് യൂട്ടിലൈസ് ചെയ്യുക. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രോഗ്രാമുകളിലൂടെ ആണെങ്കിലും നല്ല നല്ല പ്രോഗ്രാമുകളിലൂടെ ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തു നിന്നുള്ള മറ്റു റിസോഴ്സ് പേഴ്സണുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില വെബിനാറുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള സമയം പാസ്റ്റർക്ക് വിട്ടുകൊടുക്കുന്നു. പാസ്റ്റർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനുശേഷം പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. കർത്താവിന് മഹത്വം. അനേക ആഴ്ചകൾക്ക് ശേഷം ഏകദേശം 3 മാസത്തോളമായി നമ്മുടെ PYPA നടന്നിട്ട്, എന്നാൽ ഈ സൂം പ്ലാറ്റ്ഫോമില് ഇങ്ങനെ PYP പ്രോഗ്രാം ക്രമീകരിക്കുവാൻ തക്കവണ്ണം അതിന്റെ ഭാരവാഹികളെ കർത്താവ് സഹായിച്ചതിൽ കർത്താവിനെ സ്തുതിക്കുകയും ആദ്യമായി അവർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. കൊറോണ-19 വൈറസ് ലോകമെമ്പാടും പടർന്നു പിടിച്ച് രാജ്യങ്ങള് ഓരോ റെസ്ട്രിക്ഷൻസ് ഓരോ രാജ്യങ്ങളിലും ഓരോ ഇടങ്ങളിലും കൊണ്ടുവന്ന് അത് രാജ്യ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിലും ഒക്കെ നമുക്കറിയാം ഓരോ റെസ്ട്രിക്ഷനാണ് നമുക്കുള്ളത്. എന്നാൽ ഈ റെസ്ട്രിക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ആത്മീയ കൂടിവരവുകൾ മുടങ്ങാതെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചെയ്തു വരികയാണ്. നമ്മുടെ ആരാധന, ഉപവാസ പ്രാർത്ഥനകള്, സൺഡേ സ്കൂള്, ലേഡീസ് മീറ്റിംഗ്, ഇന്നു മുതൽ നമ്മുടെ PYP നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു. എത്ര തന്നെ ആയാലും ഒന്നിച്ചു കൂടി വന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുകയില്ല. എങ്കിലും ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, മുങ്ങിച്ചാകുവാൻ തുടങ്ങുന്ന ഒരു കച്ചിത്തുരുമ്പും പിടിവള്ളിയാണെന്ന്, ആശ്വാസമാണെന്ന് പറഞ്ഞതുപോലെ
നമുക്കിത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നമ്മുടെ ഹോളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നിടം വരെ നമ്മൾ ഒരുമിച്ച് വന്നുകൂടി ദൈവത്തെ ആരാധിക്കുകയും കൂട്ടായ്മകൾ ആചരിക്കുകയും ചെയ്യുന്ന സമയം വരെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്കൊരു അനുഗ്രഹമായിരിക്കാൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മുടങ്ങാതെ പിവൈപ്പിയുടെ പ്രോഗ്രാമും കഴിയുന്നിടത്തോളം ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും, നമുക്കൊരു പ്രാവശ്യമേ ഉള്ളൂ എങ്കിലും കഴിയുന്നിടത്തോളം മാസത്തിൽ 2 ആഴ്ചയെങ്കിലും ഒന്നട വിട്ട് നടത്തുവാൻ തക്കവണ്ണം ഇതിന്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പാടുന്നതും നമ്മുടെ ടാലന്റുകൾ വിനിയോഗിക്കുന്നതൊക്കെ അത് മങ്ങിപ്പോകാതെ, ഒതുങ്ങിപ്പോകാതെ, കെട്ടുപോകാതെ ലഭ്യമാകുന്ന സമയങ്ങൾ അതിനെ ഊതി തെളിച്ച് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ കഴിവുകളും ടാലന്റുകളും ദൈവം തന്നിരിക്കുന്ന കൃപകളും ഭവനങ്ങളിൽ ഇരുന്നായാലും നമ്മൾ ജ്വലിപ്പിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് തന്നെ അനുഗ്രഹിക്കപ്പെട്ട 3 സോളോ നമ്മൾ കേട്ടു. ഹന്നയും അതുപോലെ എലീനയും കുഞ്ഞുമോനും ഒക്കെ നല്ല പാട്ടുകളാണ് പാടി നമ്മളെ സന്തോഷിപ്പിച്ചത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഹായിച്ചു. രജിറ്റി സക്കറിയായും കുടുംബവും ഒരു കുടുംബമായി ഇരുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിച്ചു. നമുക്ക് എല്ലാവർക്കും ആ പാട്ട് അത്രമാത്രം അറിയത്തില്ലെങ്കിൽ തന്നെയും ആ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. പ്രിയ പ്രിൻസിലൂടെ നല്ല ഒരു ആലോചന നമ്മൾ കേട്ടു. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ, ദ പർപ്പസ് ഓഫ് ഗോഡ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ്? ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഉദ്ദേശങ്ങൾ എന്താണെന്നും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും നല്ലൊരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ നമ്മുടെ കഴിവുകളും ടാലന്റുകളും ഒക്കെ വളർത്തിയെടുത്ത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ളതായ ഒരു വേദിയായിട്ട് ഈ വേദിയെ നമുക്ക് കാണാം. അതുപോലെ ആത്മീയവും ശാരീരികവും സാമൂഹികവുമായ കാര്യങ്ങളാണ് ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോം നമുക്ക് ലഭ്യമായത്. ആത്മീയ പോഷണം കിട്ടി, കൊറോണ വൈറസ് വന്നു, അതിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെ പ്രിക്കോഷൻസ് എടുക്കണം, നമുക്കെല്ലാം അറിയാമെങ്കിൽ തന്നെ ഒന്നുകൂടെ നമ്മളെ അവബോധം വരുത്തുവാൻ തക്കവണ്ണം ഇതിലൂടെ ഒരു അവയർനെസ് നമുക്ക് വീണ്ടും ലഭ്യമായി. അതൊക്കെ നമുക്ക് അനുഗ്രഹം തന്നെയാണ്. അവസാനം നമ്മൾ കേട്ടു, കർത്താവിന് വരവെങ്കിൽ എടുക്കപ്പെടുമോ, ഒരുക്കമുള്ള വ്യക്തികളാണോ? ആർ യു പ്രിപ്പയർ ഫോർ ദ റാപ്ചർ? നമ്മൾ ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം, ആ ഉൾപ്രാപണത്തിനും റാപ്ചറിനും നമ്മൾ ഒരുക്കമുള്ളവരാണോ? ഇന്ന് രാത്രിയിൽ കാഹളം കേട്ടാൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ രൂപാന്തരികളാകണം. മരിച്ചവർ ഉയർക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരികളാകുവാൻ ദൈവത്തിന്റെ വചനം അതിനെ ശക്തമായ ഭാഷയിൽ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ തിരിഞ്ഞു നോക്കുവാനുള്ളത്, ആർ വി റെഡി ഫോർ ദാറ്റ്? നമ്മൾ അതിനു വേണ്ടി ഒരുക്കമുള്ളവരാണ്. ഇന്ന് രാത്രിയിൽ അതിന് ഒരുക്കമുള്ളവരായിട്ട് ഒന്നുകൂടെ നമ്മെ തന്നെ ഒരുക്കിയെടുത്ത് നമ്മുടെ ആത്മീക സംഗമങ്ങൾ, കൂടിവരവുകൾ ജീവിതത്തിൽ മുതൽക്കൂട്ടും അനുഗ്രഹവുമായി മാറുവാൻ ദൈവം മുഖാന്തരമാക്കട്ടെ. ഇതിന്റെ പുറകിൽ വളരെ പ്രവർത്തിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ PYPയെ കണ്ടക്ട് ചെയ്തതായ ഇതിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രിയ ജസ്വിനും അതിന്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വേള കൂടെ ദൈവസഭയുടെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപകളും തരുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ശോധന ചെയ്യാം, കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ ഒരുക്കമുള്ള വ്യക്തിയാണോ? ആ ഒരു ചോദ്യത്തോടുകൂടെ ഇന്ന് രാത്രി വീണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഇതിൽ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം മാത്രമേ ഇല്ലാതുള്ളൂ, ഓഫറിങ് മാത്രം. അത് നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ മാറ്റിവെച്ച് അത് ചെയ്യുക, കഴിവുള്ളത്തോളം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്ക്
ചെലവില്ലാത്ത ആരാധനയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരാധനയ്ക്കൊക്കെ ചെലവുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവദാസൻ എന്ന നിലയിൽ ഇപ്പോൾ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെന്നറിയാം. എങ്കിൽ തന്നെയും ദൈവസഭയുടെ കാര്യങ്ങളെ നമ്മൾ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ മൂടാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗാഡ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തിനോട് ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അല്പസമയം ഞങ്ങളുടെ PYPയുടെ പ്രോഗ്രാമിൽ ചില മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒന്നിച്ചു വരുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കർത്താവ് തന്നല്ലോ. ഇതിന്റെ ആരംഭ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. നല്ല ആരാധന തന്നു, നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് തന്നു, നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് തന്നു, നല്ല ചിന്തകൾ ഞങ്ങൾക്ക് തന്നു. ആത്മീയവും ഭൗമികവും ശാരീരികവും മാനസികവും ആരോഗ്യപരമായ വിഷയങ്ങളെ അവബോധം വരുത്തുന്നതായ കർത്താവെ നല്ല കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ PYPയിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്തതായ ഞങ്ങളുടെ PYPയുടെ എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാര്, ഞങ്ങളുടെ ആന്റിമാര്, ഞങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകാൽ ഏൽപ്പിക്കുന്നു കർത്താവേ. എല്ലാ നിലയിലും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ഇതിന്റെ പുറകിൽ ധ്വാനിക്കുന്ന അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾ ഇന്ന് രാത്രി കാലം മനസ്സിലാക്കിയതുപോലെ കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങൾ ഒരുക്കമുള്ളവരാണോ എന്ന് ഞങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട സകല ഭാഗങ്ങൾ ക്രമീകരിച്ച്, കുറവുകളുണ്ടെങ്കിൽ കുറവുകൾ ഏറ്റുപറഞ്ഞ്, പോരായ്മകളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച്, കൂട്ടിച്ചേർക്കാനുള്ള ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ വീണ്ടും കർത്താവ് ഒരുക്കിയെടുക്കണം. പ്രത്യേകാൽ നാളെ രാവിലത്തെ വിശുദ്ധാരാധനയ്ക്കായി സ്തോത്രം. അവിടുത്തെ മക്കളെ പ്രാർത്ഥനയോട് ആരാധനയോടെ കൂട്ടിവരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂമിലൂടെ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം കർത്താവ് തരുമാറാകണം. എല്ലാം നമ്മൾക്കായി സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. രാത്രികാലം സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അപേക്ഷാതെ മൂലം കേൾക്കുമാറാകണമേ. ആമേൻ. യേശു മശിഹ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം പറയാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു നമ്മെ എല്ലാ നാളും നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവൽ സൂക്ഷിപ്പ് സംസർഗം നമ്മെല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്റെ മേലും കൂടപ്പെട്ട എല്ലാ PYPയുടെ അംഗങ്ങളുടെ മേലും എല്ലാ പിതാക്കന്മാരുടെ മേലും മാതാക്കളുടെ മേലും എല്ലാ പ്രദേശത്തിന്റെ മേലും എല്ലാ സിസ്റ്റേഴ്സിന്റെ മേലും യേശു ക്രിസ്തുവിന്റെ വരവോളം ഇന്നു മുതൽ എന്നേക്കും കൂടെ ഇരിക്കട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്. നാളെ പ്രഭാതത്തിൽ വീണ്ടും കാണാം. ആരാധനയ്ക്കായി എല്ലാവരും ഒരുക്കത്തോടെ വരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.